ഇന്ത്യയിൽ നൈക്കിനും അഡിഡാസിനെക്കാളും കൂടുതൽ ടേൺ ഓവർ ഡെക്കാത്തലോണാണ്. ഡെക്കാത്തലോൺ ഇപ്പം 49th ആനിവേഴ്സറി സെയിലേക്ക് നടക്കുന്നുണ്ട്. 2009 ഡെക്കാത്തലോൺ ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യയിൽ വന്നിട്ട് 16 കൊല്ലമായിട്ടുള്ളൂ. പക്ഷേ ഈ 16 കൊല്ലം കൊണ്ട് ഒരു 55 സിറ്റിയിലായിട്ട് 130 കൂടുതൽ സ്റ്റോർസ് ഓപ്പൺ ചെയ്തു. 2024 ഫിനാൻഷ്യൽ ഇയറിൽ ഡെക്കാത്തലോണിൻ്റെ ടേൺ ഓവർ ഏകദേശം 4008 കോടിയോളം. ഇത് വെച്ച് നോക്കുമ്പോൾ നൈക്കി നല്ല കുറവാണ്, 1200 കോടിയോ. അഡിഡാസ് 3114 കോടി. ഡെക്കാത്തലോൺ ആണെങ്കിൽ ഇനി അടുത്ത 5 കൊല്ലം കൊണ്ട് 7500 കോടി മുതൽ 8000 കോടി വരെ ഉണ്ടാക്കുന്ന പറയുന്നത്. നൈക്കി ഇപ്പോൾ കൂടുതലും ഓൺലൈനിൽ മാത്രമായിട്ടാണ് ഉള്ളത് ഇന്ത്യയിൽ. അഡിഡാസ് ആണെങ്കിലും ഒരു പ്രീമിയം സെഗ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഡെക്കാത്തലോണിൻ്റെ പരിപാടി കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അതായത് ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്. ഡെക്കാത്തലോൺ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുന്നേ ആൾക്കാർക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ലോക്കൽ മാർക്കറ്റിലെ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഈ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള നൈക്കി, അഡിഡാസ് ഇതിനെയൊക്കെ പോലത്തെ പ്രൊഡക്റ്റ്. ഈ ഒരു ടൈം ഇവർ വന്നതിന് ശേഷം 2009 ഇവർ വന്നതിന് ശേഷമാണ് ആൾക്കാർക്ക് അഫോർഡബിൾ റേറ്റിന് ക്വാളിറ്റി ഉള്ള സാധനം കിട്ടി തുടങ്ങി. ഡെക്കാത്തലോൺ ശരിക്കും ഈ ലെവലിൽ എത്തിച്ച് അവരെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും അതിന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ആവും.